ശ്രീ റെജി ലൂക്കോസ്, 1.5 മാസത്തിന് ശേഷം ഇങ്ങനെ മഞ്ജുഷയ്ക്ക് പറയേണ്ടി വന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ്. പാർട്ടി കുടുംബങ്ങൾ പാർട്ടിയിൽ നിന്നും അകലുന്ന ഒരവസ്ഥ എങ്ങനെയുണ്ടായി എന്നതിന്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമായി മഞ്ജുഷ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. മഞ്ജുഷ മുന്നോട്ട് വെച്ച ആ ആശങ്ക അത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ? നിങ്ങൾ ഒരു പാർട്ടി കുടുംബമല്ലേ അവരുടേത്? ഇത് നിങ്ങൾക്ക് CBIയോട് വിരോധമുണ്ടാകാം, രാഷ്ട്രീയ വിരോധമുണ്ടാകാം, പക്ഷേ ആ കുടുംബം അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ എന്നല്ലേ ഒരു പാർട്ടി കുടുംബത്തോട് ആ പാർട്ടി കുടുംബത്തിന്റെ ആശങ്ക ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ് നിങ്ങളെങ്കിൽ അതല്ലേ നിങ്ങൾ പറയേണ്ടിയിരുന്നത്? അല്ല, ഞാന് ബഹുമാനപ്പെട്ട മഞ്ജുഷയെ വളരെ വേദനയിൽ ജീവിക്കുന്ന ആ സഹോദരിയെ ഈ ചർച്ചയിലേക്ക് വലിച്ചെടുത്ത് അവരുടെ പേരതി ഉപയോഗിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്ന നമ്മുടെ ഒരു പൊതുബോധത്തിന്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. അതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ, നിങ്ങളിപ്പോ ഇവിടെ കിടന്ന് പലതും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുരേഷ് എന്റെ അടുത്ത് 100 ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊന്നും മറുപടി പറയാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. പക്ഷെ വസ്തുത എന്താണ് ഈ ഗവൺമെന്റ് ഈ നവീൻ ബാബുവിന്റെ മരണത്തിനോട് എതിര് നിന്നത് നിങ്ങൾക്കൊന്ന് തെളിയിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്, ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ പാർട്ടിപ്പെട്ട ഒരു സഖാവാണ് PP ദിവ്യ. ഏതെങ്കിലും സഹതാപത്തിന്റെയോ അല്ലെങ്കിൽ സപ്പോർട്ടിന്റെയോ ഒരു കണി അവരോട് കാണിച്ചോ ഈ ഗവൺമെന്റ്? നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ. ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും അവരെ തള്ളി പറഞ്ഞില്ലേ? ഇപ്പോൾ സാമാന്യ രീതിയിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയേണ്ട വാക്കുകൾ പോലും മലയാളപ്പുഴ ഏരിയ കമ്മിറ്റി മെമ്പറും CITയുടെ നേതാവുമായ മലയാളപ്പുഴ ഒരു സെക്കൻഡ് ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അങ്ങന്റെ നല്ല സുഹൃത്താണ്. അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ എത്തി അവരെ കണ്ടതിന് ശേഷം പുറത്തു വന്ന് പറഞ്ഞത് എന്താണ്? ദിവ്യ പാർട്ടിയുടെ കേഡറാണ്. അതോടുകൂടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പോലും നിശബ്ദരാക്കപ്പെട്ടില്ലേ? പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് പോലും ഇക്കാര്യത്തിൽ ഒരക്ഷരം പിന്നീട് പറയാൻ, ഒരു പ്രതികരണം നടത്താൻ ഉദയഭാനുവിനൊന്നും സാധിച്ചില്ലല്ലോ. അപ്പോൾ ആരുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത്? പ്രശാന്തിനെ ചോദ്യം ചെയ്തോ? തെളിവുകൾ സമാഹരിച്ചോ? ഈ പറയുന്ന അരുൺ K വിജയൻ എന്ന ജില്ലാ കളക്ടർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? പ്രതിപട്ടികയിലേക്ക് വരേണ്ട ഒരാൾ തന്നെയാണ് ഒരുപക്ഷെ ഈ അരുൺ K വിജയൻ എന്ന് പറയുന്ന കണ്ണൂർ കളക്ടർ. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണവും ആരൊക്കെ പ്രതിയാകണം, ആരെയൊക്കെ ശിക്ഷിക്കണം, ആരെയൊക്കെ കോടതിയിൽ കയറണം എന്നുള്ളത് നിങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങൾക്ക് കുറെ മാധ്യമങ്ങൾക്ക് ഇവിടെ ഒരു ഭരണ സംവിധാനം ഇല്ലേ? കേരളം പോലെയല്ലേ ഇന്ത്യയിലെ 28 രാജ്യങ്ങളിലെ ഭരണ സംവിധാനങ്ങൾ. ആ ഭരണ സംവിധാനത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെയാണ് കുറ്റവാളികളാക്കണേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജില്ലാ കളക്ടർ പറഞ്ഞൊരു കാര്യം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞേ? സ്വീകരണ സമ്മേളനത്തിന് ശേഷം അല്ലെ സെൻഡ് ഓഫ് സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ഈ നവീൻ ബാബു തന്റെ റൂമിൽ വന്ന് തന്നോട് പറഞ്ഞു താനിക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിനെ കുറിച്ച് ആ കളക്ടർ പറഞ്ഞു ആ റൂമിലേക്ക് എന്തുകൊണ്ട് 15-ാം തീയതി റവന്യൂ മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഈ കളക്ടർ അക്കാര്യം പറഞ്ഞില്ല? ഇങ്ങനെ നവീൻ ബാബു എന്റെ മുന്നിൽ വന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ റിപ്പോർട്ടിൽ ഉണ്ടായില്ല? 15-ാം തീയതി സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൽ അല്ല, അതിലൊക്കെ ഉപരിയായിട്ട് ജില്ലാ കളക്ടർ, കണ്ണൂർ ജില്ലാ കളക്ടർ അദ്ദേഹത്തിന്റെ രഹസ്യമൊഴി സീൽഡായിട്ട് തലശ്ശേരി സെഷൻ കോടതി കൊടുത്തിട്ടുണ്ട്. അതറിഞ്ഞില്ലേ നീലിമ? പറയുകയും ചെയ്തു. അതൊന്നും അറിഞ്ഞില്ല നിങ്ങള്? അപ്പൊ നിങ്ങൾ PP ദിവ്യക്ക് ജാമ്യം കിട്ടാനുള്ള ചില കളികൾ നടന്നതല്ലേ? കൃത്യമായ ഗൂഢാലോചന ജില്ലാ കളക്ടർ ഉപയോഗിച്ച് നടത്തിയതിന് തെളിവല്ലേ അത്? നീലിമ, അവിടെ 3 പേര് ഞാൻ ഒറ്റയ്ക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഒരു ചെറിയ പെർസെന്റ് എനിക്ക് തരൂ. ഞാൻ എന്തായാലും പറഞ്ഞിട്ടേ പോകുള്ളൂ. എനിക്ക് നീലിമിന്റെ നല്ല സുഹൃത്ത് അതിൽ യാതൊരു തർക്കമില്ല. പക്ഷെ നീലിമ ചർച്ചയാകുമ്പോൾ ഒരു ഡിബേറ്റ് അല്ലേ? നമുക്ക് എല്ലാവർക്കും പറഞ്ഞു പോകാനുള്ള സമയം തരണ്ടേ? അപ്പൊ ഞാൻ പറയുന്നത്, ഒരു ജില്ലാ കളക്ടർ പ്രതിയാണോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ആര് അവകാശം തന്നു? നിങ്ങളുടെ ജുഡീഷ്യറിയുടെ ഭാഗമാണോ അതോ അന്വേഷണ ഏജൻസിയുടെ ഭാഗമാണോ? SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഉന്നതരായ 5 ഉദ്യോഗസ്ഥന്മാര് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിലൂടെ എന്തൊക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുള്ളത് രാവിലെ പത്രസമ്മേളനം നടത്താൻ പറ്റുമോ? ലോകത്തിന് എവിടെയും നടക്കുമോ? അത് പ്രതിഭ രക്ഷപ്പെടുന്നതിന് തുല്യമല്ലേ? അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അവർ CCTV ഫുട്ടേജ് കളക്ട് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും. ഏതെല്ലാം കാര്യങ്ങളോട് പുറത്തു വരാൻ ഒരുപാട് ദുരൂഹതകളുണ്ട്. കേരളം ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ആ ഉദ്യോഗസ്ഥരെ. ആ അന്വേഷണം തുടങ്ങിയിട്ട് കേവലം 32 ദിവസമേ ഉള്ളൂ. 32 ദിവസം കൊണ്ട് ഇന്ത്യയിലെ ഏതെല്ലാം രീതിയിലുള്ള അന്വേഷണ കമ്മീഷനുകളാണ് അവരുടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? അടിയന്തര റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ജുഡീഷ്യൽ റിപ്പോർട്ടല്ല, അല്ലെ പോലീസ് റിപ്പോർട്ടല്ല,
റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത്. അവരുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്ത് പത്രക്കാർക്ക് തരേണ്ടതാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഈ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്നതായിട്ട് അത് കോൺഫ്ലിക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ദുരൂഹ ലക്ഷ്യമാണ് മാധ്യമങ്ങൾക്ക്. നിങ്ങൾക്ക് ഈ കേസ് വിജയിക്കുക എന്നുള്ളതല്ല, ആ കുടുംബത്തിന് നീതി കൊടുക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം ആണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ആ രാഷ്ട്രീയം കേരളത്തിൽ വലപ്പോകത്തില്ല. തെളിവ് ഞാൻ പറയാം. BJP, ഈ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുരേഷിന്റെ പാർട്ടി BJP പാലക്കാട് ഉയർത്തിയ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്തായിരുന്നു? PP ദിവ്യ എന്ന് പറഞ്ഞൊരു വാക്കായിരുന്നു. എന്നിട്ട് തകർന്നടിഞ്ഞു പോയില്ലേ? നാണം കെട്ടുപോയില്ലേ? 10,000 വോട്ട് കയ്യിലിരുന്ന പോയില്ലേ? കോൺഗ്രസ് 3 മാസം 1.5 മാസമായിട്ട് തമ്പടിച്ച് ചേലക്കരയിൽ നടത്തിയ പ്രചരണം എന്താ? നോട്ടീസ് അടിച്ച് പ്രചരണം എന്താ? ഈ നബിമാവുമായിട്ട് ബന്ധപ്പെട്ട PP ദിവ്യ എന്നുള്ള ആ വനിതയെ കുറിച്ചുള്ള പേര് സഹിതം പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കോൺഗ്രസ് അനുകൂലമായിട്ട്. എന്നിട്ട് ചേലക്കരയിലെ ജനങ്ങൾ അത് കൈക്കൊണ്ടോ? നിങ്ങൾ ഈ പറയുന്നതല്ല, ഈ ചേലക്കര പാലക്കാട് ഉൾപ്പെടെ ലോക മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ? അവർ ഈ സർക്കാരിന്റെ അന്വേഷണത്തെ വിശ്വസിക്കുന്നുണ്ട് ജനങ്ങള്. ഈ സർക്കാർ എടുത്ത നിയമ നടപടികള് വളരെ കൃത്യമായിരുന്നു. ഒരു കോൺഗ്രസ് സഭയ്ക്ക് സാധിച്ചിട്ടില്ല കേരളത്തിൽ. ഉദാഹരണങ്ങൾ കേൾക്കണോ? ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട് ഉദാഹരണങ്ങള്. പിന്നെ റിട്ടയർഡ് അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് DGP ആയിരുന്ന ഹേമചന്ദ്രൻ 2 മന്ത്രിമാർക്കെതിരെ അന്വേഷണം നടത്തി. സോളാർ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കൊടുത്തു. എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഉമ്മൻചാണ്ടി? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്ത് നടപടി സ്വീകരിച്ചു? ഒരു ചെറിയ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ തന്നെ നിങ്ങൾ സോളാർ സമരം അഡ്ജസ്റ്റ്മെന്റിലൂടെ തീർന്നതല്ലേ? സോളാർ സമരം അഡ്ജസ്റ്റ്മെന്റിലൂടെ തീർന്നതല്ലേ? അത് BJP ആയിട്ട് അഡ്ജസ്റ്റ്മെന്റോ? അതാണോ ഉദ്ദേശിച്ചത്? കോൺഗ്രസുമായി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയല്ലേ ആ സമരം തീരുന്നത്? എന്തൊരു മറുപടിയായി പറഞ്ഞു. ഉത്തരം കിട്ടാത്ത പയർജാതി കേട്ടിട്ടുണ്ട്. ഇത് പയർ അഞ്ചാതി മാത്രമല്ല, പയറുമായിട്ടുള്ള വലിയൊരു നിലവറ തന്നെയാണ് ഇപ്പൊ എന്നോട് എനിക്ക് ചിരി വരുന്നു. എന്ത് മറുപടിയായി പറയുന്നേ? ഒരു DGP അന്വേഷിച്ച് 2 മന്ത്രിമാർക്കെതിരെ റിപ്പോർട്ട് കൊടുത്ത് അന്വേഷണ DGP നിയോഗിച്ചത് അന്നത്തെ മുഖ്യമന്ത്രിയാ. ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. നിങ്ങൾക്കറിയോ? ബാബു എന്നും പറഞ്ഞൊരു മന്ത്രി തന്റെ രാജി കേരളത്തിലെ മാധ്യമങ്ങളുടെയും കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ജനങ്ങളുടെയും വലിയ രീതിയിലുള്ള പ്രശ്നം വന്നപ്പോഴത്തേക്കും കുറ്റവാളി എന്ന് തെളിഞ്ഞ ബാബു രാജിക്കത്ത് കൊടുത്തു. ആരുടെ അടുത്താ? മുഖ്യമന്ത്രിയുടെ അടുത്ത്. ആ രാജിക്കത്ത് പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടന്നതുള്ളൂ ഉമ്മൻചാണ്ടി. അതേസമയം കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തെന്താ? ഈ 2 മന്ത്രിസഭയിലും അടുപ്പിച്ചുള്ള 2 മന്ത്രിസഭയിലും 4 മന്ത്രിമാരുടെ രാജിയെടുത്ത് പോക്കറ്റിൽ വെച്ചു നിമിഷ നേരം കൊണ്ട്. ആ ധാർമ്മികത കാണിച്ചതാണ് ഈ സർക്കാർ. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും വലിച്ചടിച്ചുകൊണ്ടൊന്നും ചർച്ച ചെയ്താലൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നുള്ള പ്രിയപ്പെട്ട സുരേഷോട് പറഞ്ഞു. ഇത്രയ്ക്കും നല്ലൊരു അന്വേഷണ ഏജൻസി ഇന്ത്യയിൽ ഇല്ലാതെ കഴിഞ്ഞ 5 വർഷം അടുപ്പിച്ച് കേന്ദ്ര സർക്കാർ ഇവിടെ അംഗീകരിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും നല്ല അന്വേഷണ ഏജൻസി. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങളടുത്ത്. അത് ദീനുവിടെ എടുത്ത കണക്കുണ്ടല്ലോ. ഇന്ത്യയുടെ ശരാശരി ക്രിമിനൽ പോലീസുകാരുടെ എത്രയാ? 12%. കേരളത്തിൽ 2016 6%. കഴിഞ്ഞ 1.5 വർഷമായിട്ട് അത് 4% ഉള്ളൂ. നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വേടനാണ്, ബാധ്യതയാണ്, വിരുദ്ധരാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ ഇവരൊക്കെ 2 വട്ടം ആലോചിക്കണം. ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും പ്രായോഗിക തലത്തിൽ അതൊന്നും എത്തുന്നില്ലല്ലോ. പ്രായോഗിക തലത്തിൽ മഞ്ജുഷയെ പോലുള്ളവർ നീതി തേടി ഹൈക്കോടതിയിൽ എത്തുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. അതിന് ആ വാക്കുകൾക്ക് വില കൊടുക്കട്ടെ.